ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി ഒന്ന് രണ്ട് പെർക്വിസിറ്റ്സ് കൂടെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി എന്ന് പറയുന്ന കോൺസെപ്റ്റും അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സ് എന്ന് പറയുന്ന പെർക്വിസിറ്റ് ഒരു എംപ്ലോയർ ഓൺ ചെയ്യുന്നതോ എംപ്ലോയർ വാടകയ്ക്ക് എടുത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും അസറ്റുകൾ, മൂവബിൾ അസറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. സ്ഥിരമായിട്ട് കൊടുക്കുകയല്ല, അതിൻ്റെ യൂസേജ് മാത്രം എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പെർക്വിസിറ്റ്സിനെയാണ് നമ്മൾ യൂസ് ഓഫ് മൂവബിൾ അസറ്റ് എന്ന പെർക്വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂവബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒഴികെയുള്ള അസറ്റ്സിൻ്റെ പെർക്വിസിറ്റ്സാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും കേസിലാവുമ്പോൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ആ പെർക്വിസിറ്റ്സിൻ്റെ വാല്യൂ ഫുള്ളി എക്സംപ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒഴികെയുള്ള മൂവബിൾ അസറ്റ്സിൻ്റെ യൂസേജുമായി ബന്ധപ്പെട്ടുള്ള വാല്യുവേഷനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസാണ് ഇഫ് അസറ്റ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. ഈ മൂവബിൾ അസറ്റ്സ് എംപ്ലോയർ ഓൺ ചെയ്യുന്നൊരു അസറ്റ് ആണെങ്കിൽ, എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഒരു മൂവബിൾ അസറ്റാണ് എംപ്ലോയി കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഫർണിച്ചറോ റെഫ്രിജറേറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരു മൂവബിൾ അസറ്റാണ്, അത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന അസറ്റ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 10% പെർ ആനം ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ്. ആ അസറ്റിൻ്റെ എംപ്ലോയർക്ക് വന്ന ആക്ച്വൽ കോസ്റ്റിൻ്റെ 10% പെർ ആനം ഒരു വർഷത്തേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മുമ്പ് നമ്മൾ പല കേസിലും കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ എംപ്ലോയി ഈ അസറ്റ് ഉപയോഗിക്കുന്നത് വെറും 3 മാസത്തേക്കേ ഉള്ളൂ എങ്കിൽ നമ്മൾ 10% 3 മാസത്തേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. 3/12 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റിന് 10% പെർ ആനമാണ് ആ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, എംപ്ലോയർ 10 വർഷം ഉപയോഗിച്ച ശേഷം ഒരു അസറ്റ് എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. 10 വർഷത്തിനുള്ളിൽ എംപ്ലോയർ ഈ അസറ്റ് വാങ്ങിയത് മുതൽ എംപ്ലോയർ ഉപയോഗിക്കുന്ന പീരീഡ് 10 താഴെ വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് എംപ്ലോയി കൊടുക്കുന്നതെങ്കിലാണ് നമ്മൾ ഇതുപോലെ അതിൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. 10 വർഷം ഓൾറെഡി എംപ്ലോയർ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു അസറ്റ് എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. രണ്ടാമത്തെ കേസ് എന്താണ്? അസറ്റ് ടേക്കൺ ഓൺ റെന്റ്. ഈ മൂവബിൾ അസറ്റ് എംപ്ലോയർ വാടകയ്ക്ക് എടുക്കുന്ന ഒരു മൂവബിൾ അസറ്റ് ആണെങ്കിൽ, ഒരു മൂവബിൾ അസറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ആ അസറ്റാണ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്? വാല്യൂ ഈസ് ഈക്വൽ ടു റെന്റ് പേബിൾ ബൈ എംപ്ലോയർ മൈനസ് എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയി. ആ അസറ്റിന് എത്ര എമൗണ്ടാണോ വാടക എംപ്ലോയർ കൊടുക്കേണ്ടതെങ്കിൽ ആ വാടക കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്നും എംപ്ലോയി വല്ല എമൗണ്ടും ഈ പർപ്പസിന് വേണ്ടി എംപ്ലോയർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ച് ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുക. അടുത്ത പെർക്വിസിറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ യൂസ് ഓഫ് മൂവബിൾ അസറ്റ് ആണ് കണ്ടതെങ്കിൽ ഇത് ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥിരമായിട്ടൊരു അസറ്റ് എംപ്ലോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ യൂസേജ് മാത്രമല്ല, ആ അസറ്റ് തന്നെ എംപ്ലോയിക്ക് നൽകുന്നു. അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മൂവബിൾ അസറ്റ്സിൻ്റെ ട്രാൻസ്ഫറിൻ്റെ വാല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് നടത്തുക? അപ്പോൾ അതിനകത്ത് നമുക്ക് 2-3 പ്രധാനപ്പെട്ട കേസുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ കേസാണ് ഈ മൂവബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറോ ഇലക്ട്രോണിക് ഐറ്റംസോ ആണെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മൂവബിൾ അസറ്റ് കമ്പ്യൂട്ടറോ ഇലക്ട്രോണിക് ഐറ്റംസോ ആണെങ്കിൽ അതിൻ്റെ വാല്യൂഷൻ എങ്ങനെയാണ്? അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ആൾ ടേക്ക് ഇൻ ദി കേസ് ഓഫ് ദി കോസ്റ്റ് ഓഫ് അസറ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ അസറ്റിൻ്റെ കോസ്റ്റ് എടുക്കണം, അല്ലേ? ആ എംപ്ലോയർ ആ അസറ്റ് വാങ്ങുന്ന സമയത്ത് എംപ്ലോയർക്ക് വന്ന ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ആദ്യം എടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ലെസ് ഡിപ്രീസിയേഷൻ അറ്റ് 50% റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ് ഫോർ ഈച്ച് ഇയർ ഓഫ് യൂസേജ് ബൈ ദി എംപ്ലോയർ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എമൗണ്ടിൽ നിന്ന് ഈ എംപ്ലോയിക്ക് ഇത് കൊടുക്കുന്നതിന് മുമ്പ് എത്ര വർഷം ഈ അസറ്റ് എംപ്ലോയർ ഉപയോഗിച്ചിരുന്നോ, എംപ്ലോയർ ഉപയോഗിക്കുന്ന ഓരോ വർഷത്തേക്കും 50% റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ കുറക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയാം. 2016-17 വർഷമാണ് ഒരു അസറ്റ് എംപ്ലോയർ പർച്ചേസ് ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. 2016-17 വർഷമാണ്. 2019-20 പ്രീവിയസ് ഇയറിലാണ് അത് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2016-17, 2017-18, 2018-19 അല്ലേ, 3 വർഷം ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? 2019-20 പ്രീവിയസ് ഇയർ മുമ്പ് തന്നെ 3 വർഷം ഈ അസറ്റ് എംപ്ലോയർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വർഷത്തേക്കും നമ്മൾ 50% വീതം കുറച്ച് കൊണ്ടുവരണം, അല്ലേ? 1 ലക്ഷം രൂപയുടെ അസറ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് ₹1 lakh. ഡിപ്രീസിയേഷൻ ഫോർ ദി ഫസ്റ്റ് ഇയർ അറ്റ് 50%. എന്ത് ചെയ്യണം? 1 lakhന്റെ 50% ₹50,000 വരും. അത് നമ്മൾ കുറക്കണം.
അതുപോലെ നമ്മൾ പിന്നെ അതിൻ്റെ റിട്ടേൺ വാല്യൂ നമുക്ക് കിട്ടും ₹50,000 ബാലൻസ് വരും. വീണ്ടും സെക്കൻഡ് ഇയറിൽ എന്ത് ചെയ്യണം, 50% വീണ്ടും കുറക്കണം. ആ ₹50,000 50% ₹25,000 വരും. 25,000 കുറക്കണം. തേർഡ് ഇയർ ആകുമ്പോൾ ₹25,000 WDV കിട്ടുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 50% കുറക്കണം. അപ്പം ഇങ്ങനെ എത്ര വർഷം എംപ്ലോയർ ഈ അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും വർഷങ്ങൾ പ്രീവിയസ് ഇയർ, അതല്ലെങ്കിൽ എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള എത്ര വർഷത്തേക്കാണോ എംപ്ലോയർ ആ അസറ്റ് ഉപയോഗിച്ചതെങ്കിൽ അത്രയും വർഷത്തേക്ക് നമ്മൾ അതിൻ്റെ 50% വീതം റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ് പ്രകാരം ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് വല്ല എമൗണ്ടും ഈ അസറ്റ് എംപ്ലോയിക്ക് കൊടുക്കുമ്പോൾ എംപ്ലോയി തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ അതിന് കുറക്കണം. ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഈ പെർക്വിസിറ്റിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അസറ്റ് മോട്ടോർ കാറാണെങ്കിൽ, കാറാണ് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ നമ്മൾ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ഏകദേശം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരേ ഒരു വ്യത്യാസമുള്ള എന്ത് മാത്രമാണ്, ഡിപ്രീസിയേഷൻ്റെ റേറ്റിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഐറ്റംസ് ആകുമ്പോൾ നമ്മൾ കണ്ടത് 50% ഡിപ്രീസിയേഷനാണ് ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ് മെത്തേഡിലാണ്. ഇവിടെ അതിന് പകരം 20% ആകുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് എടുക്കുക, കോസ്റ്റ് ഓഫ് മോട്ടോർ കാർ എടുക്കുക, എന്നിട്ട് അത് എംപ്ലോയർ ഉപയോഗിച്ച ഓരോ വർഷത്തേക്കും 20% വീതം റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ് മെത്തേഡ് WDV മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ലെസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് എംപ്ലോയി കൊടുക്കുന്ന എമൗണ്ടിനെ ഡിഡക്റ്റ് ചെയ്യുക. ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് പെർക്വിസിറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഇനി മറ്റു മൂവബിൾ അസറ്റ് ആണെങ്കിൽ, കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് ഐറ്റംസും മോട്ടോർ കാറും അല്ലാത്ത വേറെ വല്ല അസറ്റുമാണ് മൂവബിൾ അസറ്റുമാണ് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ പെർക്വിസിറ്റിൻ്റെ വാല്യൂഷനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എംപ്ലോയർക്ക് വരുന്ന ആക്ച്വൽ കോസ്റ്റ് എടുക്കുക, മൈനസ് ഡിപ്രീസിയേഷൻ ഒരു 10% സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഫോർ ഈച്ച് ഇയർ. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കണ്ട രണ്ട് കേസുകൾ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരമാണ് 50% 20% ഒക്കെ നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ 10% നമ്മൾ കുറക്കേണ്ടത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ്. SLM മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ച് എംപ്ലോയർ ഉപയോഗിച്ച ഓരോ വർഷത്തേക്കും 10% വീതം ഡിപ്രീസിയേഷൻ വെച്ച് കുറച്ച് ബാക്കി വരുന്ന എമൗണ്ടിൽ നിന്ന് എംപ്ലോയി കൊടുക്കുന്ന എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ആ പെർക്വിസിറ്റിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൂവബിൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വാല്യൂ അസസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്ന സാലറിക്കകത്തുള്ള കോമ്പോണൻറ്റിൻ്റെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ. ഇനി നമ്മുടെ ടാക്സബിൾ സാലറി ഇൻകത്തിനകത്ത് വരുന്ന മറ്റൊരു കോമ്പോണൻ്റ് ആണെന്ത്, പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി? പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി ഈസ് the compensation received by an assessee from the employer in connection with the termination of his employment or modification of its terms and conditions. എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയറുമായിട്ട് ഉള്ള ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, പിരിഞ്ഞു പോകുന്ന സമയത്ത്, ടെർമിനേറ്റ് ചെയ്യപ്പെടുക പറയുമ്പോൾ ചിലപ്പോൾ റീട്രെഞ്ച്മെൻ്റ് ആയിരിക്കാം, അവിടെ പിരിച്ചുവിടപ്പെടുന്ന കേസാവാം. അങ്ങനെ പിരിച്ചുവിടുന്ന സമയത്തോ മറ്റോ എംപ്ലോയർ പിരിഞ്ഞു പോകുന്നതാകാം, പിരിച്ചുവിടുന്നതാകാം. ആ സമയത്ത് എംപ്ലോയർ എന്തെങ്കിലും കോമ്പൻസേഷൻ ഈ എംപ്ലോയി കൊടുക്കുകയാണെങ്കിൽ, അത് ഒരു എംപ്ലോയി ഒരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്, സാലറി അല്ലാത്ത മറ്റു വല്ല പേയ്മെൻറ്റും ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എംപ്ലോയർ നിലവിലുള്ള ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മോഡിഫൈ ചെയ്യുമ്പോൾ, നിലവിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് ടേംസും കണ്ടീഷൻസ് എല്ലാം മോഡിഫൈ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന കോമ്പൻസേഷൻ എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുക, പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറിക്കകത്ത് വരാം, അതിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് പേയ്മെൻറ്റ് ഫ്രം URPF. ദ URPF സ്റ്റാൻഡ്സ് ഫോർ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടേമാണ് URPF. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുക, URPF എന്ന് പറയുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് എംപ്ലോയിക്ക് വല്ല എമൗണ്ടും കിട്ടുകയാണെങ്കിൽ അത് പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറിക്ക് എക്സാമ്പിളാണ്. അതുപോലെ കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന ഇൻഷുറൻസ് പോളിസിയിൽ നിന്നും എംപ്ലോയിക്ക് വേണ്ടി എടുക്കുന്ന കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിക്ക് കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ടിനെയും നമ്മൾ പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി ആയിട്ടാണ് കണക്കാക്കപ്പെടുക. ചുരുക്കി പറഞ്ഞാൽ എംപ്ലോയിയുടെ ജോലിയിലേക്കുള്ള ജോയിനിങ്ങിൻ്റെ മുമ്പായിട്ടോ ടെർമിനേഷൻ്റെ സമയത്തോ കൊടുക്കുന്ന കോമ്പൻസേഷൻ എമൗണ്ടോ നിലവിലുള്ള എംപ്ലോയ്മെൻറ്റിൻ്റെ ടേംസും കണ്ടീഷൻസും മോഡിഫൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന കോമ്പൻസേഷൻ എമൗണ്ടോ ആണ് പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ. ഓക്കെ,
ഇനി നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ടേം നമ്മൾ സാലറി ഇൻകത്തിനകത്ത് വരുന്ന ടേമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞ ടേമാണ്. പ്രൊവിഡന്റ് ഫണ്ട് നമുക്ക് സിംപ്ലി PF എന്ന് പറയാം. പ്രൊവിഡന്റ് ഫണ്ട് ഓർ PF. എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി ടേം പ്രൊവിഡന്റ്? ദ ടേം പ്രൊവിഡന്റ് മീൻസ് ടു പ്രൊവൈഡ് ഫോർ ദി ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് നമ്മൾ കരുതി വെക്കുക, ഭാവിയിലേക്കുള്ള കരുതി വെപ്പ് എന്നുള്ളതാണ് പ്രൊവിഡന്റ് എന്ന വാക്കിന്റെ മീനിങ്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ എന്തായിരിക്കും? ഭാവിയിലേക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം? പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയാം. സിംപ്ലി വി ക്യാൻ സേ ദ ഫണ്ട് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ ദി ഫ്യൂച്ചർ ബെനിഫിറ്റ് ഓഫ് ദി എംപ്ലോയി. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പേയ്മെൻ്റാണ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, എംപ്ലോയിയുടെ സാലറി എമൗണ്ടിൽ നിന്നും എല്ലാ മാസവും നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യും? എംപ്ലോയർ ഡിഡക്ഷനായിട്ട് മാറ്റിവെക്കും, അല്ലേ? അതിന് വിളിക്കുന്ന പേരാണെന്ത്? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF എന്ന് പറയുന്നത്. അത് എംപ്ലോയി ആ PFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന എമൗണ്ടാണ്. ഇതേപോലെ മോർ ഓർ ലെസ് അതിന് തുല്യമായിട്ടുള്ള എമൗണ്ടോ അതിനേക്കാൾ കൂടുതലോ കുറവോ ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യും? എംപ്ലോയറും എംപ്ലോയിയുടെ PF അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതാണ് രണ്ടാമത്തെ എമൗണ്ട്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് എമൗണ്ടുകളും, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും എന്ത് ചെയ്യും? എംപ്ലോയർ എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. സ്വാഭാവികമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതിനെന്ത് കിട്ടും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം അതിന് ഡ്യൂ ആവും, അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ്, ഈ രണ്ട് കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് കിട്ടും. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടും എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള ഒരു ലംസം എമൗണ്ടാണ് എംപ്ലോയിയുടെ PF അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് എമൗണ്ടിനും എന്ത് കിട്ടും? ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാകും, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ 4 എമൗണ്ടും ഉൾപ്പെടുന്ന ഒന്നാണ് ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസിലുള്ള സമയത്താണ് ഇതിലേക്ക് എംപ്ലോയിയും എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിന് അക്യൂമിലേറ്റ് ചെയ്യുന്ന ബാലൻസിന് ആനുപാതികമായിട്ട് അവിടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും അതിലേക്ക് ഉൾപ്പെടും. ഇങ്ങനെ ഈ 4 എമൗണ്ടും ഉൾപ്പെടുന്ന ഒരു ഫണ്ടാണ് എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിക്ക് തിരിച്ച് കിട്ടുക. അതല്ലെങ്കിൽ എംപ്ലോയി മരണപ്പെടുന്ന സമയത്ത് എംപ്ലോയിയുടെ ലീഗൽ ഹയേഴ്സിന് തിരിച്ച് കിട്ടുന്ന എമൗണ്ട് ഈ എമൗണ്ടാണ്. അതാണ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ്. നമ്മൾ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫോർ ദി ഇൻകം ടാക്സ് പർപ്പസസ് വി ക്യാൻ കാറ്റഗറൈസ് ദ PF into 4. The first one is statutory provident fund or SPF. Second one is recognized provident fund or RPF. Third one is unrecognized provident fund or URPF. And the last one, fourth one is public provident fund or PPF. നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? SPF എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? Then SPF is the provident fund which is maintained as per the Indian Provident Fund Act 1925. 1925 IPF ആക്ട് പ്രകാരം, ഇന്ത്യൻ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരം എംപ്ലോയീസിന് വേണ്ടി എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ടിനെയാണ് നമ്മൾ SPF എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ്, ഏത് എംപ്ലോയറാണ് അവരുടെ എംപ്ലോയീസിന് വേണ്ടി SPF മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്? ദിസ് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ദി ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് ഓഫീസസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക്, അല്ലെ? ഗവൺമെൻറ്, അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനികൾ, നാഷണലൈസ്ഡ് ബാങ്ക്സ് ഒക്കെയാണ് അവരുടെ എംപ്ലോയീസിന് വേണ്ടി ഇങ്ങനെയുള്ള ഈ IPF ആക്ട് പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. സർവീസിലുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യും? എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ഇൻട്രസ്റ്റ് എമൗണ്ട് എല്ലാം ഡ്യൂ ആകുന്നു ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 കോമ്പണൻസ്, നേരത്തെ ഞാൻ ഇവിടെ ഡിസ്കസ് സമയത്ത് കണ്ട 4 കോമ്പണൻസ് ഓഫ് PF അക്കൗണ്ട് നമ്മൾ കണ്ടത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷനും എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനുമാണ്, അല്ലേ? ഈ 4 എമൗണ്ട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന എമൗണ്ട് എന്തല്ല, ഒരിക്കലും എംപ്ലോയിയുടെ ഇൻകം അല്ല. കാരണം ഓൾറെഡി എംപ്ലോയിക്ക് കിട്ടേണ്ട സാലറി ഇൻകത്തിൻ്റെ ഒരു ഭാഗമാണ് എംപ്ലോയർ ഡിഡക്ഷൻ ആയിട്ട് കുറച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തല്ല, വീണ്ടും നമ്മൾ ഇൻകമായി കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കി 3 എമൗണ്ടുകളും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിലും ഈ എംപ്ലോയി കോൺട്രിബ്യൂഷൻ്റെയും എംപ്ലോയർ കോൺട്രിബ്യൂഷൻ്റെയും ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരുന്നാലും എന്താണ്,
അത് എംപ്ലോയിയുടെ ഇൻകമായിട്ട് കണക്കാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ കേസിലാകുമ്പോൾ സർവീസിലിരിക്കുന്ന സമയത്ത് അവിടെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന എമൗണ്ടും എംപ്ലോയി കോൺട്രിബ്യൂഷൻ്റെയും എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് എമൗണ്ടും ഉൾപ്പെടെയുള്ള ഒരു എമൗണ്ട് ഇയാളുടെ PF അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും അല്ലേ. ആ എമൗണ്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സബിൾ സാലറി ഇൻകമായി കാണിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഇനി സർവീസിന് പിരിഞ്ഞ ശേഷം എംപ്ലോയിക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടും അല്ലേ. തിരിച്ചു കിട്ടുന്ന സമയത്ത് ആ സമയത്തും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ടാക്സിന് വേണ്ടി പരിഗണിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തും ഇത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഒരു സമയത്തും ടാക്സ് ചെയ്യപ്പെടാത്ത ഒരു പ്രൊവിഡന്റ് ഫണ്ടാണെന്ത്, SPF എന്ന് പറയുന്നത്. സർവീസിലിരിക്കുന്ന സമയത്തും എംപ്ലോയി ഇതുമായി ബന്ധപ്പെട്ട് ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല, തിരിച്ചു കിട്ടുന്ന സമയത്തും എംപ്ലോയി ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താണ്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടാണ്. നമുക്ക് RPF എന്ന പേരിൽ അതിനെ ചുരുക്കി വിളിക്കാം. എന്താണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഫണ്ട് ഈസ് കോൾഡ് ആസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അംഗീകരിച്ചിട്ടുള്ള റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടാണ് RPF എന്ന് പറയുന്നത്. ഈ പ്രൊവിഡന്റ് ഫണ്ടും ഒരു ആക്ടിന്റെ ബേസിസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആക്ടാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 എന്ന് പറയുന്നത്. 1952 EPF ആക്ട് പ്രകാരമാണ് RPF എന്ന് പറയുന്ന ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആരാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദിസ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ഫാക്ടറീസ് ആൻഡ് ബിസിനസ് കൺസേൺസ്. ഷെഡ്യൂൾഡ് ബാങ്കുകളും ഫാക്ടറികളും മറ്റു ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അവരുടെ എംപ്ലോയീസിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് RPF എന്ന് പറയുന്ന PF അക്കൗണ്ട്. എന്താണ് RPF അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. സർവീസിലുള്ള സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ 4 കോമ്പണന്റ് പറഞ്ഞതിൽ 3 കോമ്പണന്റ് ഇൻകം ആണെന്ന് പറഞ്ഞു. അതിൽ 3 കോമ്പണന്റ് ഏതൊക്കെയായിരുന്നു? ഒന്ന് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണ്. രണ്ടാമത്തത് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. നമുക്ക് ഒന്നിച്ച് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ RPF ബാലൻസ്. രണ്ട് ഇൻട്രസ്റ്റും വരും അല്ലേ. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റും വരും, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റും വരും എന്ന് പറയുമ്പോൾ ആ ഒരു വർഷം മൊത്തം എത്ര എമൗണ്ട് ആണ് RPF ബാലൻസിന്റെ എമൗണ്ട്, എത്ര ഇൻട്രസ്റ്റ് എമൗണ്ട്, എത്ര എമൗണ്ട് RPF ബാലൻസിന്റെ മുകളിൽ വരുന്നുണ്ടോ ആ എമൗണ്ടും വരും. അപ്പോൾ നമ്മൾ ഈ രണ്ട് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന എംപ്ലോയി കിട്ടുന്ന ബെനിഫിറ്റിന്റെ കേസ് എന്താ പറയുന്നത്? അത് ഫുള്ളി ടാക്സബിൾ അല്ല, ഫുള്ളി എക്സംപ്റ്റും അല്ല, പാർഷ്യലി എക്സംപ്റ്റ് ആണ്. റൂള് പറയുന്നത് ഇങ്ങനെയാണ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF ഓഫ് ദി എംപ്ലോയി ഈസ് എക്സംപ്റ്റഡ് അപ് ടു 12% ഓഫ് സാലറി ഓഫ് ദി എംപ്ലോയി. ആ ഒരു പീരീഡിലേക്ക് എംപ്ലോയി വാങ്ങുന്ന സാലറി എമൗണ്ടിന്റെ 12% വരെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. 12% അധികം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എംപ്ലോയർ 15% ഓഫ് സാലറി എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയി വാങ്ങുന്ന സാലറി എമൗണ്ടിന്റെ 15% എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ 15%-ൽ 12% വരെ ഇയാൾക്ക് എക്സംഷൻ കിട്ടും. ബാക്കി 3% എന്താണ്? ടാക്സബിൾ ആണ്. ടാക്സബിൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ എടുക്കണം. ഇനി ഇൻട്രസ്റ്റിന്റെ കേസ് എടുത്താൽ, ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഇൻട്രസ്റ്റ് കൂടുന്ന ഇൻട്രസ്റ്റ് ആണ്, എംപ്ലോയി കോൺട്രിബ്യൂഷന്റെയും എംപ്ലോയർ കോൺട്രിബ്യൂഷന്റെയും. മറ്റു രീതിയിൽ പറഞ്ഞാൽ ആ RPF-ലുള്ള മൊത്തം കോൺട്രിബ്യൂഷൻ എമൗണ്ടിന്റെ ബാലൻസ് എമൗണ്ടിന്റെ ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട്. ഈ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത് RPF-ലുള്ള ബാലൻസ് എമൗണ്ട് 9.5% പെർ ആനം വരെയാണെങ്കിൽ എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ RPF-ൽ ബാലൻസ് ഉണ്ടെങ്കിൽ 1 ലക്ഷത്തിന്റെ 9.5% എന്ന് പറയുമ്പോൾ എത്ര വരും? 9,500 രൂപ വരും അല്ലേ. അപ്പോൾ 9,500 രൂപ വരെ മാത്രമേ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളൂ എങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 9,500 രൂപയിൽ കൂടുതൽ ആ വർഷം ആ RPF ബാലൻസിന് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 1 lakh rupees ഉണ്ടെങ്കിലാണ് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എത്ര എമൗണ്ട് ബാലൻസ് ആയതാണ് കുഴപ്പമില്ല, നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? 9% കൂടുതൽ RPF ബാലൻസിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ടോ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 9% കഴിഞ്ഞ ശേഷം വരുന്ന എമൗണ്ടിനെ എന്ത് ചെയ്യണം? ടാക്സബിൾ സാലറി ഇൻകമായി കണക്കാക്കണം. അപ്പോൾ രണ്ട് എമൗണ്ട് നമുക്കിവിടെ കിട്ടി. ടാക്സബിൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 12% അധികമുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. സാലറി എമൗണ്ടിന്റെ 12% അധികം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അധികമായിട്ട് വരുന്ന എമൗണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആകുന്ന എമൗണ്ട് 9%-ൽ കൂടുതലാണെങ്കിൽ അധികമായിട്ട് വരുന്ന ആ എമൗണ്ട്. ഈ രണ്ട് എമൗണ്ട് കൂട്ടുമ്പോൾ കിട്ടുന്ന ടേമിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ ടേമിനെയാണ് നമ്മൾ പറയുന്നത് ആനുവൽ അക്രീഷൻ എന്ന് പറയുന്നത്. ആനുവൽ അക്രീഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അപ്പോൾ ടാക്സബിൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷന്റെ 12% കഴിഞ്ഞുള്ള ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്. അതുപോലെ തന്നെ
ഇൻട്രസ്റ്റിൻ്റെ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് 9% കഴിഞ്ഞ ശേഷമുള്ള അധികമായിട്ട് വരുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട്. ഈ രണ്ട് എമൗണ്ടും കൂടിച്ചേരുന്ന എമൗണ്ടിൻ്റെ ഒരു ജോയിൻറ്റ് നെയിമാണെന്ത് ആനുവൽ അക്രീഷൻ എന്ന് പറയുന്ന എമൗണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സബിൾ സാലറി ഇൻകമായിട്ട് കാണിക്കണം. ഇത് സർവീസിലുള്ള സമയത്തെ കേസാണ് പറയുന്നത്. ഇനി ഓൺ റീപേയ്മെൻറ്റ്, എംപ്ലോയി റിട്ടയർ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് തിരിച്ചു കിട്ടും അല്ലേ? തിരിച്ചു കിട്ടുമ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ടാക്സബിൾ സാലറി ഇൻകമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ദറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പോൾ സർവീസിലുള്ള സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? RPFൻ്റെ എമൗണ്ട് ടാക്സബിൾ സാലറി ഇൻകമായിട്ട് വരുന്നുള്ളൂ. റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി ഇവിടെ നമ്മൾ സാലറി എന്ന ടേം ഉപയോഗിക്കുന്നുണ്ട്. 12% ഓഫ് സാലറി ഓഫ് ദി എംപ്ലോയി എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പല കേസ് നമ്മൾ സാലറി കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെന്റ് ഫ്രീ ഹൗസിൻ്റെ കേസ് സാലറി നമ്മൾ എന്താണെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ HR കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സാലറി എന്താണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ സാലറിയുടെ മീനിങ് എന്താണ്? ഹിയർ സാലറി ഹാസ് ദ സെയിം മീനിങ് ദാറ്റ് ഓഫ് HR. HRAക്കുള്ള സാലറിയുടെ അതേ മീനിങ് ആണ് ഇവിടെ സാലറിക്കുള്ളത്. HRക്കുള്ള സാലറി മീനിങ് എന്തായിരുന്നു? ബേസിക് പേയും ബോണസും അതുപോലെ തന്നെ ടേൺ ഓവറിൻ്റെ ബേസിസിലുള്ള ഫിക്സ്ഡ് പെർസെൻറ്റേജ് കമ്മീഷനും. ഈ 3 എമൗണ്ട് നമ്മൾ HR എങ്ങനെ സാലറി എടുക്കുന്നുണ്ടോ അതേ മീനിങ് ആണ് ഇവിടെ ഉള്ളത്. അതേ സാലറി നമ്മുടെ സാലറി എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 എമൗണ്ടും കൂട്ടുമ്പോൾ കിട്ടുന്ന എംപ്ലോയിയുടെ സാലറി എമൗണ്ടിൻ്റെ 12%നേക്കാൾ അധികമാകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ടാക്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ടാണ് URPF അല്ലെങ്കിൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. URPF എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ RPF എന്ന് പറയുന്ന കേസ് എന്താണെന്ന് കണ്ടു. RPF എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൺറെക്കഗ്നൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദിസ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദി ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. സോ URPF ഈസ് ദി പ്രൊവിഡന്റ് ഫണ്ട് which is not recognized by the Chief Commissioner of Income Tax, but it is recognized by the Provident Fund Commissioner. Any organization can maintain URPF account for their employees. ഏതൊരു സ്ഥാപനത്തിന് വേണമെങ്കിൽ, പ്രത്യേകിച്ച് നിയമങ്ങളുടെ പിൻബലങ്ങളൊന്നുമില്ല, ഏത് ഓർഗനൈസേഷന് വേണമെങ്കിലും അവരുടെ എംപ്ലോയീസിന് വേണ്ടി URPF അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. URPF അക്കൗണ്ടിൻ്റെ ടാക്സബിലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ്. ഡ്യൂറിങ് സർവീസിലുള്ള സമയത്ത് എംപ്ലോയി ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ RPFൻ്റെ കേസ് പറയുമ്പോൾ അവിടെ നമ്മൾ കണ്ട എന്താണ്? സർവീസിലുള്ളപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ്റെ 12% അധികമുള്ള എമൗണ്ട് ടാക്സ് കൊടുക്കണം. ഇൻട്രസ്റ്റിൻ്റെ 9.5% അധികമുള്ള എമൗണ്ട് ടാക്സ് കൊടുക്കണം. പക്ഷേ URPFൻ്റെ കേസിലാകുമ്പോൾ സർവീസിലിരിക്കുന്ന സമയത്ത് ഓരോ വർഷവും എന്ത് ചെയ്യേണ്ട കാര്യമല്ല? നമ്മൾ എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും ഒന്നും നോക്കേണ്ട കാര്യമല്ല. ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ടാക്സ് എപ്പോൾ ഒന്നിച്ച് കൊടുക്കേണ്ടി വരും? ഓൺ റീപേയ്മെൻറ്റ്. ഈ എമൗണ്ട് തിരിച്ചു കിട്ടുമ്പോൾ, എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് തിരിച്ചു കിട്ടും അല്ലേ? തിരിച്ചു കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ താഴെ പറയുന്നത് പോലെ ചെയ്യണം. നേരത്തെ പറഞ്ഞു നമ്മൾ 4 കോമ്പണൻസ് ആണ് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിനകത്ത് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് എത്ര എമൗണ്ട് എംപ്ലോയിക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? തിരിച്ചു കിട്ടുന്ന എമൗണ്ട് നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു എമൗണ്ട് എന്താണ്? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. ഈ സർവീസിലുള്ള അത്രയും കാലം എത്ര എമൗണ്ട് ആണോ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ ആ എമൗണ്ട് മൊത്തം എടുക്കുക. അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട. അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. രണ്ടാമത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എടുക്കുക. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എത്ര എമൗണ്ട് വരുന്നുണ്ടോ ആ എമൗണ്ട് മുഴുവനായിട്ട് നമ്മൾ എടുക്കണം. മുഴുവൻ എമൗണ്ടും ഒരു എക്സംഷനും കൂടാതെ എടുത്തിട്ട് അത് സാലറി ഇൻകത്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നീടോ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ആ മൊത്തം PF അക്കൗണ്ടിൽ അതുവരെ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിൻ്റെ എത്ര പോർഷനാണോ എംപ്ലോയർ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ ആ എമൗണ്ടും സാലറി ഇൻകമായിട്ട് ഫുള്ളി ടാക്സ് ചെയ്യപ്പെടണം. അപ്പോൾ സാലറിക്കകത്ത് 2 ഇൻകം ടാക്സ് ചെയ്യപ്പെടും. എന്തൊക്കെയാണ്? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത മുഴുവൻ എമൗണ്ടും എംപ്ലോയർ കോൺട്രിബ്യൂഷന് കിട്ടിയ മുഴുവൻ ഇൻട്രസ്റ്റ് എമൗണ്ടും സാലറിക്കകത്ത് ടാക്സബിൾ ഇൻകമായിട്ട് വരും. മറ്റൊരു കോമ്പണൻ്റ് ആയിരുന്നു PFനകത്ത് വന്നത് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ? ആ PF അക്കൗണ്ടിൽ അത്രയും കാലം എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിന് കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഉണ്ടാവും അല്ലേ? ആ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ടാക്സബിൾ ആണ്. പക്ഷേ എവിടെ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല? സാലറി ഇൻകമായി ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് എമൗണ്ട് ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. 5ാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആയിട്ടുള്ള അതർ സോഴ്സ് ഇൻകത്തിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ടാക്സ് ചെയ്യപ്പെടുക. അപ്പം ഇങ്ങനെയാണ്
URPF ടാക്സബിലിറ്റി വരിക. അപ്പോൾ സർവീസിലുള്ളപ്പോൾ ടാക്സ് ഒന്നും കൊടുക്കണ്ട, തിരിച്ചു കിട്ടുന്ന സമയത്ത് മാത്രമാണ് ടാക്സ് കൊടുക്കുക. ജസ്റ്റ് ഓപ്പോസിറ്റ് കേസാണ് എവിടെയുള്ളത്, RPF കേസിലുള്ളത്. സർവീസിലുള്ളപ്പോൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. തിരിച്ചു കിട്ടുമ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ട്രാൻസ്ഫേർഡ് ബാലൻസ്? നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അംഗീകരിക്കാത്ത ഒരു പ്രോവിഡന്റ് ഫണ്ടാണ് URPF എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രോവിഡന്റ് ഫണ്ട് URPF അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഈ അക്കൗണ്ട്, ഈ PF അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അംഗീകരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും സമയത്ത് ഒരു URPF റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനുശേഷം പിന്നെ ആ ഫണ്ട് എന്തായിട്ട് മാറും, RPF ആയിട്ട് മാറും, അല്ലേ? റെക്കഗ്നീഷൻ കിട്ടുന്നത് വരെ എന്താണ്, അത് URPF ആണ്. റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അത് RPF ആയിട്ട് മാറും. അങ്ങനെ RPF ആയിട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും, അതുവരെ URPF അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബാലൻസ് എമൗണ്ടും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, RPF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എമൗണ്ടിന് വിളിക്കുന്ന പേരാണെന്ത്, ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് PF ബാലൻസ് ട്രാൻസ്ഫേർഡ് ഫ്രം URPF ടു ദി RPF when URPF is recognized by the ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ. അപ്പോൾ URPF ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അംഗീകരിച്ച് RPF ആയിട്ട് മാറുന്ന സമയത്ത് അതുവരെ URPF ഉണ്ടായിരുന്ന മുഴുവൻ എമൗണ്ടിനെയും ബാലൻസ് എമൗണ്ടിനെയും RPF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതിന് വിളിക്കുന്ന പേരാണെന്ത്, ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നാലാമത്തെ പ്രൊവിഡന്റ് ഫണ്ട് നോക്കിയാൽ അത് PPF ആണ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടാണ്. എന്താണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ PPF എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 പ്രൊവിഡന്റ് ഫണ്ടുകൾക്കകത്തും എന്ന് പറയുമ്പോൾ SPF ആവട്ടെ, RPF ആവട്ടെ, URPF ആവട്ടെ, അവിടെയൊക്കെ എന്തുണ്ട്, എംപ്ലോയറും ഉണ്ട്, എംപ്ലോയിയും ഉണ്ട്. അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആണ് അവിടെ PF അക്കൗണ്ട് PF അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടിയാണ് എംപ്ലോയർ അവിടെ PF അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി PPF എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എംപ്ലോയി ഒന്നും വേണമെന്നില്ല, എനി ഇൻഡിവിജ്വൽ ആർക്കും എന്ത് ചെയ്യാം, PPF അക്കൗണ്ടിലേക്ക് ഓപ്പൺ ചെയ്യാം. ഒരു എംപ്ലോയി ആവണമെന്നില്ല, ഒരു എംപ്ലോയർ ഉണ്ടാവണമെന്നില്ല, ഒരു വ്യക്തിക്ക് ഒരു PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതെന്താണ്, ഒരു സാധാരണ ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് പോലെ തന്നെയാണ്. നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട്, അല്ലേ? അതുപോലെ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണെന്ത്, ഈ PPF അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്കിത് SBIയിലോ അതുപോലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ, മറ്റേത് നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PPF അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, PPF അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് കണ്ടീഷൻ പറയുന്നത് എന്താണ്, ഒരു വർഷം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ദാറ്റ് ഷുഡ് ബി നോട്ട് ലെസ് ദാൻ ₹500 ആൻഡ് നോട്ട് മോർ ദാൻ ₹1,50,000. ഒരു വർഷത്തേക്കുള്ള മിനിമം കോൺട്രിബ്യൂഷൻ 500 രൂപയെങ്കിലും ഉണ്ടാവണം, 1.5 ലക്ഷം രൂപയിൽ കൂടാനും പാടില്ല. അപ്പോൾ 500 രൂപക്കും 1.5 ലക്ഷം രൂപക്കും ഇടയ്ക്കുള്ള എത്ര എമൗണ്ട് വേണമെങ്കിലും എത്ര തവണയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആ വർഷം മൊത്തമായിട്ട് നോക്കുമ്പോൾ 500 രൂപയിൽ കുറഞ്ഞ എമൗണ്ട് ആവരുത്, 1.5 ലക്ഷം രൂപയിൽ കൂടിയ എമൗണ്ടും ആ വർഷം ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടൊക്കെ പോലെ തന്നെയാണ് ഇത്. ഇങ്ങനെയുള്ളൊരു അക്കൗണ്ട് സാധാരണ ഇതിൻ്റെ മെച്യൂരിറ്റി 15 ഇയേഴ്സ് ആണ്. 15 വർഷം കഴിയുമ്പോൾ മുഴുവൻ എമൗണ്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ ആകെ ഡെപ്പോസിറ്റ് പോയി ഇൻഡിവിജ്വൽ മാത്രമേ ഉള്ളൂ. നമുക്ക് എംപ്ലോയി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എംപ്ലോയർ കോൺട്രിബ്യൂഷനോ ഒന്നുമില്ല. ഒരു ഇൻഡിവിജ്വലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ. ബാങ്കിൽ ഡെപ്പോസിറ്റ് കിട്ടുന്ന ഇൻകം എന്താണ്, ഇൻട്രസ്റ്റ് ഇൻകം ആണ്, അല്ലെ? ഇൻട്രസ്റ്റ് ഇൻകം മാത്രമാണ് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 15 വർഷം കഴിയുമ്പോൾ അത്രയും കാലം എംപ്ലോയി ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ടും തിരിച്ചു കിട്ടും, അല്ലെ? ഫുൾ വിഡ്രോവൽ പോസിബിൾ ആണ് 15 വർഷം കഴിയുമ്പോൾ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, 6 വർഷം കഴിഞ്ഞ ശേഷം പാർഷ്യൽ വിഡ്രോവൽ പറ്റും. ഭാഗികമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യും. മുഴുവൻ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ബാങ്കിൻ്റെ പോളിസിയും കണ്ടീഷനും അനുസരിച്ച് 6 വർഷം കഴിഞ്ഞാൽ പാർഷ്യൽ വിഡ്രോവൽ പോസിബിൾ ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 15 ഇയേഴ്സ് കഴിയുമ്പോൾ ഇവർക്ക് ഇൻട്രസ്റ്റ് അടക്കമുള്ള മുഴുവൻ എമൗണ്ടും തിരിച്ചു കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ടിൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് മാത്രമേ എംപ്ലോയി കിട്ടുന്ന ഇൻകം ഉള്ളൂ. മറ്റ് എംപ്ലോയിയുടെ നല്ല ഇയാളുടെ ഇൻകം ഉള്ളൂ. ബാക്കി വരുന്ന എമൗണ്ട് ഇയാളുടെ ഡെപ്പോസിറ്റ് ആണ്, അല്ലേ? അപ്പോൾ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ എമൗണ്ട് തിരിച്ചു കിട്ടുമ്പോൾ ഡെപ്പോസിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ചു കിട്ടുന്ന ആ വർഷം ഒരു എമൗണ്ടും ടാക്സബിൾ സാലറി ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പോൾ ഇതാണ് 4 ടൈപ്പ് പ്രൊവിഡന്റ് ഫണ്ടുകൾ. താങ്ക് യു.